മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृत रक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहरा सुदुरितं दुर्गे നമസ്തേംബികേ. ദേവീമാഹാത്മ്യം തുടരാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. തതസ്വപുരമായാതോ നിജദേശാധിപോഭവത് ആക്രാന്ത സമഹാഭാഗസ്തൈസ്തദാ പ്രബലാരിഭി. നേരത്തെ സുരസൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് കാട്ടിലേക്ക് നായാട്ടിനായിട്ട് പോയി പന്നികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാക്കന്മാരായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് സൈന്യശക്തിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തത സ്വപുരമായാതഃ തതഃ അനന്തരം സ്വപുരം ആയാതഃ സ്വപുരം തൻ്റെ പുരത്തിലേക്ക്, തൻ്റെ നഗരത്തിലേക്ക് തന്നെ, രാജധാനിയിലേക്ക് തന്നെ ആയാതഃ തിരിച്ചു വന്നു. തിരിച്ചു വന്നതായിട്ടുള്ള അദ്ദേഹം സഹ നിജദേശാധിപഃ അഭവത്. സഹ അദ്ദേഹം തിരിച്ചു വന്നതായ അദ്ദേഹം നിജദേശാധിപഃ അഭവത്. തൻ്റെ ദേശത്തിന് മാത്രം അധിപനായി തീർന്നു എന്നുള്ളതാണ്. മറ്റത് ഭൂമണ്ഡലത്തിന് മുഴുവൻ നാഥനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ശത്രുക്കൾക്ക് ഇതാക്കി അധീനത്തിലായി അദ്ദേഹം മാത്രം ആ സ്വന്തം ദേശം മാത്രം അധിപനായിട്ട്, അവിടെ മാത്രം അധിപനായിട്ട് വസിച്ചു അദ്ദേഹം എന്നുള്ളതാണ്. നിജദേശാധിപഃ അഭവത്. നിജദേശത്തിന് മാത്രം അധിപനായിട്ട് തീർന്നു, തൻ്റെ ദേശത്തിന് മാത്രം അധിപനായിട്ട് ഭവിച്ചു. അഭവത് ഭവിച്ചു. തഥാ അപ്പൊ എന്താണ് ഉണ്ടായത്? പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെയും അദ്ദേഹത്തിന് സ്വൈരണ്ടായില്ല എന്ന് പറയാണ്. തഥാ സഹ ആ മഹാഭാഗനായിട്ട് അദ്ദേഹം വലിയ കേമനായിട്ടൊക്കെ ആയിരുന്നു, മഹാനുഭാവനൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ആ സമ്പത്തില്ലാണ്ടായപ്പോൾ അതിനൊന്നും വിലയില്ലാണ്ടായി എന്നാണ്. തഥാ സ മഹാഭാഗനായിട്ടുള്ള അദ്ദേഹം അപ്പൊ എന്താണ് ഉണ്ടായത്? പ്രബലാരിഭിഹി തൈഹി ആക്രാന്തഃ. പ്രബലന്മാരായിട്ടുള്ള അരികൾക്ക് അപ്പോഴേക്കും ഇതൊക്കെ കിട്ടിയല്ലോ, അദ്ദേഹത്തിന്റെ രാജ്യമൊക്കെ അവകാശമൊക്കെ കിട്ടി. ഇദ്ദേഹം സ്വന്തം ദേശത്തിൽ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ആ പ്രബലന്മാരായിട്ട് തീർന്ന അരിഭിഹി ശത്രുക്കളാൽ, പ്രബലാരിഭിഹി പ്രബലന്മാരായ ശത്രുക്കളാൽ ആക്രാന്തഃ വീണ്ടും ആക്രമിക്കപ്പെട്ടു. അവിടെ വന്ന് താമസിച്ചപ്പോഴും അദ്ദേഹത്തിനെ ശത്രുക്കള് ആക്രമിച്ചു എന്നുള്ളതാണ്. പ്രബലാരിഭിഹി പ്രബലന്മാരായിട്ടുള്ള അരിഭിഹി ശത്രുക്കളാൽ അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെട്ടു. ആക്രാന്തഃ അഭൂത് ആക്രാന്തനായി ഭവിച്ചു, ആക്രമിക്കപ്പെട്ടവനായിട്ട് ഭവിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷവും ശത്രുക്കൾ അദ്ദേഹത്തെ വന്ന് ആക്രമിച്ചു എന്നാണ്. പിന്നെ എന്താണ് ഉണ്ടായത്? അമാത്യൈർബലിഭിർ ദുഷ്ടൈഹി ദുർബലസ്യ ദുരാത്മഭി കോശോ ബലം ചാപഹൃതം തത്രാപി സ്വപുരേ സതഃ. നീ ആ സ്വപുരത്തിൽ താമസിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്, സ്വപുരേ സതഃ സ്വപുരത്തിൽ വസിക്കുന്നതായിട്ടുള്ള മാത്രം വസിച്ചിരുന്നതായിട്ടുള്ള അദ്ദേഹം, ആ അദ്ദേഹത്തിന് സ്വപുരത്തിലേക്ക് വന്ന് താമസിച്ചു എന്നുണ്ടെങ്കിലും അപ്പോഴും ദുർബലനായി തീർന്നിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് സംശയമില്ലല്ലോ. അങ്ങനെ ദുർബലനായിട്ടുള്ള അദ്ദേഹത്തിന് അമാത്യൈഹി ബലിഭിഹി ദുഷ്ടൈഹി, അമാത്യന്മാര്, അദ്ദേഹത്തിന്റെ സ്വന്തം അമാത്യന്മാര് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അമാത്യന്മാരൊക്കെ ഒരു ഇത് വരാൻ കാത്തിരിക്കുകയായിരുന്നു, ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ദുർബലനായി തീർന്നു എന്നുള്ളത് കൊണ്ട് അപ്പൊ അമാത്യൈഹി ബലിഭിഹി ബലികളായിട്ടുള്ള ബലവാന്മാരായി തീർന്ന അമാത്യന്മാരൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് ബലമില്ലാണ്ട് വന്നപ്പോൾ അമാത്യന്മാരൊക്കെ ശക്തിയായി എന്നുള്ളതാണ്. ആ ബലവാന്മാരായി തീർന്ന അമാത്യന്മാർ, മന്ത്രിമാരൊക്കെ ദുഷ്ടൈഹി ദുഷ്ടന്മാരായിരുന്നു എന്നുള്ളതാണ്. ദുർബലസ്യ ദുരാത്മഭി ദുരാത്മാക്കളായിട്ടുള്ള ആ അമാത്യന്മാർ, മന്ത്രിമാർ കോശഃ ബലം ച അപഹൃതം അദ്ദേഹത്തിന്റെ കോശത്തെയും, കോശം എന്ന് വെച്ചാൽ ഖജനാവ്, അദ്ദേഹത്തിന്റെ ഖജനാവ് അതിലുണ്ടായിരുന്നതായിട്ടുള്ള പൈസ ധനം മുഴുവൻ അവരപഹരിച്ചു എന്നുള്ളതാണ്. കോശം ബലം ച പിന്നെ അദ്ദേഹത്തിന് അനുയായികളായിട്ടുള്ളതായിട്ടുള്ള ഏതായാലും സൈന്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അവരെയൊക്കെ അവര് അധീനത്തിലാക്കി. അദ്ദേഹത്തിന്റെ അധീനത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സൈന്യങ്ങളെ കൂടി ഈ മന്ത്രിമാരൊക്കെ തങ്ങളുടെ അധീനത്തിലാക്കി എന്നാണ്. ബലം ച കോശഃ ബലം ച കോശവും ബലവും. അങ്ങനെ ആ ദുർബലനായിട്ട് തീർന്ന അദ്ദേഹത്തിന്റെ കോശവും ബലവും ഒക്കെ ആ ബലവാന്മാരായി തീർന്നതായിട്ടുള്ള അമാത്യന്മാര്, മന്ത്രിമാര്
അവര അപഹൃതം, അവരതൊക്കെ അപഹരിച്ചു, അദ്ദേഹത്തിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊന്നും ഇല്ലാണ്ടായി എന്നുള്ളതാണ്. കോശവും ഇല്ലാണ്ടായി, സൈന്യങ്ങളുടെ ബലവും ഇല്ലാതെ കണ്ടായി, ആ സുബുരത്തിൽ താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആരും സഹായമൊന്നും ഇല്ലാതെ കണ്ടായി തീർന്നു അങ്ങനെ എന്നുള്ളതാണ്. തത്രാപി സ്വപുരേ സതഹ, സ്വപുരത്തിൽ വസിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് ഈ കോശം ധനവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സതത്ര ആശ്രമമാദ്രാക്ഷീത്, അല്ല അതിൻ്റെ മുമ്പേ തതോ മൃഗയാ വ്യാജേന ഹൃതസ്വാമ്യ സഭൂപതി ഏകാകി ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം. അപ്പോൾ ആരും ഇല്ലാതെ കണ്ടായി, സമ്പത്തും ഒന്നും ഇല്ലാതെ കണ്ടായി. അപ്പോൾ ഒടുക്കം ഗൃഹം മാത്രമുണ്ട് എന്നുള്ള നിലയിലാണ്. അപ്പം അവിടെ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, മൃഗയാ വ്യാജേന, നായാട്ടിന് പോവാണ് എന്നുള്ളതായിട്ടുള്ള ആ വ്യാജത്തിന്, അതായത് ആ നാട്യത്തില് നായാട്ടിന് എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ മൃഗയാ വ്യാജേന, മൃഗയാ നായാട്ട് എന്നുള്ള വ്യാജേന ആ നിലയില് ഹൃതസ്വാമ്യ, സ്വാമ്യം മുഴുവൻ നശിച്ചുല്ലോ അദ്ദേഹത്തിന്. ഹൃതമായി അപഹരിക്കപ്പെട്ട സ്വാമ്യം, സ്വാമിഭാവം എന്നുള്ളതാണ്. എല്ലാ സ്വത്തും നശിച്ചു, ഒന്നിൻ്റെയും അധിപതി അല്ലാണ്ടായി അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും ഇല്ലാണ്ടായപ്പോൾ അദ്ദേഹം കുതിരപ്പുറത്ത് കയറിയിട്ട് ഹയമാരുഹ്യ, ഹയം കുതിരപ്പുറത്ത് ആരുഹ്യ കയറിയിട്ട് കുതിരപ്പുറത്ത് കയറി, ഹയമാരുഹ്യ കുതിരപ്പുറത്ത് കയറി, ഏകാഗിയായിട്ട് ഒറ്റയ്ക്ക്, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഏകാഗിയായിട്ട് ആ രാജാവ് ഭൂമിയുടെ ഗഹനം വനം യഗാമ, ഗഹനം വനം ഇടതൂർന്നതായിട്ടുള്ള വനം, ഗഹനം വെച്ചാൽ കട്ടിയായിട്ടുള്ളത്, ഇടതൂർന്നതായിട്ടുള്ള വനം, ഭീകരമായിട്ടുള്ള വനത്തിലേക്ക് ജഗാമ പോയി. ഗച്ഛതി എന്നുള്ളതിൻ്റെ ലിട്ടാണ് ജഗാമ പോയി, വനത്തിലേക്ക് പോയി, ഗഹനമായിട്ടുള്ള വനത്തിലേക്ക്, ഇടതൂർന്ന വനത്തിലേക്ക് പോയി, കാട്ടിലേക്ക് പോയി അദ്ദേഹം എന്നുള്ള. കുതിരപ്പുറത്ത് കയറിയിട്ട് ആരോടും പറയാതെ കണ്ട അദ്ദേഹം നായാട്ടിന് എന്നുള്ള മട്ടിൽ കാട്ടിലേക്ക് പോയി എന്നാണ്. സതത്ര ആശ്രമമുദ്രാക്ഷീത് ദ്വിജവര്യസ്യസ പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം. തത്ര അവിടെ അദ്ദേഹം ആശ്രമം അദ്രാക്ഷീത്, ഒരു ആശ്രമത്തെ കണ്ടു. ആശ്രമം അദ്രാക്ഷീത് കണ്ടു, ഒരു ആശ്രമത്തെ കണ്ടു എന്നുള്ളതാണ്. മുനി ദ്വിജവര്യന്റെ, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ, വര്യഞ്ച ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമാണ്. ദ്വിജവര്യസ്യ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ആശ്രമത്തെ ദർശിച്ചു, അദ്രാക്ഷീത് കണ്ടു എന്നാണ്. മേധസഹ ദ്വിജവര്യസ്യ, മേധസ എന്ന ദ്വിജവര്യന്റെ വിശേഷണമാണ്. മേധസഹ ബുദ്ധിമാനായിട്ടുള്ള, വളരെ ശ്രേഷ്ഠനായിട്ട് പണ്ഡിതനായിട്ടുള്ള ഒരു മഹർഷിയുടെ ആശ്രമം ദർശിച്ചു. അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതാണ്. ധാരാളം ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആശ്രമത്തിന്റെ വർണ്ണനയാണ് അടുത്തത്. പ്രശാന്ത സ്വാപദ ആകീർണം, പ്രശാന്തമായിട്ടുള്ള, അത് വളരെ ശാന്തന്മാരായിട്ടുള്ളതായിട്ട് സ്വാപദങ്ങൾ, മൃഗങ്ങൾ ധാരാളമൊക്കെ ഉണ്ട് കാട്ടിലല്ലേ, അനവധി മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഈ മഹർഷിയുടെ സാമീപ്യം കൊണ്ട്, ആ ശാന്തത കൊണ്ട്, ആശ്രമത്തിലെ ശാന്തത കൊണ്ട്, ആ കാട്ടുമൃഗങ്ങളാണെങ്കിലും അവരൊക്കെ ശാന്തന്മാരായിട്ടിരുന്നു എന്നുള്ളതാണ്. പ്രശാന്ത സ്വാപദം, പ്രശാന്തമായിട്ടുള്ള സ്വാപദങ്ങളോടുകൂടിയ, സ്വാപദങ്ങൾ വെച്ചാൽ മൃഗങ്ങൾ, പ്രശാന്തന്മാരായിട്ടുള്ള ശാന്തരായിട്ടുള്ള മൃഗങ്ങളോടുകൂടിയ, മൃഗങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ആകീർണം എന്ന് വെച്ചാൽ നിറഞ്ഞതായിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള മൃഗങ്ങളെയാണ് അവിടെ ഉള്ളത്. മുഴുവനെ ശാന്തന്മാരായിട്ടുള്ള മൃഗങ്ങളാണ് എന്ന് സാരം. അങ്ങനെ പ്രശാന്തന്മാരായിട്ടുള്ള സ്വാപദങ്ങളോടുകൂടിയ മൃഗങ്ങളോടുകൂടിയതും, പിന്നെ മുനി ശിഷ്യോപശോഭിതം, മുനിയുടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അനവധി പേര് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള ശിഷ്യന്മാരും ഉണ്ട്. മുനി ശിഷ്യോപശോഭിതം, മുനിയുടെ ശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്നതുമായിട്ടുള്ള ധാരാളം മൃഗങ്ങളുണ്ട്. കുട്ടികൾ പഠിക്കാൻ വന്നിട്ടുള്ളതായിട്ടുള്ള ശിഷ്യന്മാരും ധാരാളമുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ആശ്രമത്തെ ദർശിച്ചു അദ്ദേഹം. അവിടെ ചെന്നു, കാട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ആശ്രമം കാണാനിടയായി എന്നുള്ളതാണ്. സതത്ര ആശ്രമം അദ്രാക്ഷീത് ദ്വിജവര്യസ്യ മേധസഹ, മേധാവായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്ന ഒരു മുനിവര്യന്റെ ആശ്രമത്തെ കണ്ടു എന്നാണ്. തസ്ഥൗ കഞ്ചിത് സകാലം ച മുനിനാ തേന സൽകൃതഃ. തസ്ഥൗ അവിടെ നിന്നു, കഞ്ചിത് സകാലം കുറച്ചു കാലം അവിടെ വസിച്ചു അദ്ദേഹം എന്നുള്ളതാണ്.
മുനിനാ തേന സൽകൃത, തേന മുനിനാ സൽകൃത, ആ മഹർഷിയാൽ സൽക്കരിക്കപ്പെട്ടവനായി, സൽകൃത സൽക്കരിക്കപ്പെട്ടവനായി, അദ്ദേഹം നല്ലപോലെ വേണ്ട പോലെ സൽക്കരിച്ചു രാജാവിനെ എന്നുള്ളതാണ്. തേന മുനിനാ സൽകൃത, ആ മഹർഷിയാൽ സൽക്കരിക്കപ്പെട്ടവനായി, സൽകൃത സൽക്കരിക്കപ്പെട്ടവനായി, കഞ്ചിത് കാലം കുറച്ചു കാലം തന്നെ അവിടെ താമസിച്ചു. തസ്ഥൗ നിന്നു എന്നേ ഉള്ളൂ. തസ്ഥൗ എന്നുള്ളതിന് അതായത് ഇവിടെ ആശ്രമത്തിൽ വസിച്ചു എന്നർത്ഥം. അവിടെ ആശ്രമത്തിൽ കുറച്ചു കാലം ആ മഹർഷിയുടെ സൽക്കാരവും സ്വീകരിച്ചുകൊണ്ട് വസിച്ചു, താമസിച്ചു എന്നാണ്. എന്നിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ്. ഇതശ്ചേതശ്ച വിചരൻ, അവിടെ ഇവിടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്യും. കുറേശ്ശെ തന്നെ അവിടെ ഇരിക്കുകയല്ല, കാട്ടിലിരിക്കുകയല്ല, അവിടെ കാട്ടില് നാല് പുറവും സഞ്ചരിക്കുകയും ആശ്രമത്തിലേക്കുള്ളത് എന്തെങ്കിലും ചെയ്യേ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇതശ്ച ഇതശ്ച എന്നുള്ളതാണ്. ഇതശ്ചേതശ്ച ഇതഹാച ഇതഹാച എന്നുള്ളതാണ്. ഇവിടെയും ഇവിടെയും അവിടെയും ഇവിടെയൊക്കെ സഞ്ചരിച്ചും കൊണ്ട് അങ്ങനെ കുറേശ്ശൊക്കെ അവിടെ ഒക്കെ നടക്കും. അങ്ങനെ ആ ആശ്രമത്തിൽ താമസിച്ചു എന്നാണ്. ഇതശ്ച വിചരൻ, വിചരിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട്, തസ്മിൻ മുനിവരാശ്രമേ, ആ മുനിവരാശ്രമത്തിൽ, മുനിവര്യന്റെ ആശ്രമത്തിൽ കുറച്ചു കാലം അദ്ദേഹം അവിടെ വസിച്ചു എന്നാണ്. ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.